ഹായ് ഹലോ നമസ്കാരം. അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മൾ തുടരും കാണാൻ പോവാണ്. അതിനു മുമ്പ് ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഫുൾ ചെലവ് നമ്മുടെ ജോർജ് ചേട്ടനെയാണ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നത് സിനിമ കാണാനായിട്ടാണ്. ബാക്കി നമുക്ക് തിയേറ്ററിൽ ചെന്നിട്ട് കാണാം. എന്റെ യൂട്യൂബിൽ വരില്ല, അതിന് കമന്റ് ഇട്ടാൽ മതി. അതെ. അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് റൂഫ് ലുലുവിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ വോക്സിലാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എന്താ ഒരുപാട് പറയുക നല്ല അഭിപ്രായം കേട്ടിട്ട് തന്നെയാണ് പടത്തിന് വന്നിരിക്കുന്നത്. എന്തായാലും കയറി കണ്ടിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയാം. അതല്ലേ അതിന്റെ ഒരു ശരി. അപ്പൊ ബാ പോയേക്കാം. വീഡിയോ എല്ലാം ചെയ്തു കഴിഞ്ഞ് റൂമിൽ വന്നപ്പോഴത്തേനാണ് ചില കാര്യങ്ങൾ പറയണമെന്ന് കരുതിയിട്ട് പറയാൻ പറ്റാതെ പോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് ആദ്യം പറയാം. അതിനുശേഷം ഞാൻ പറഞ്ഞ കാര്യം പിന്നീട് കേൾക്കാം. ആദ്യം പറയേണ്ടത്, ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് അതിനകത്തൊരു പോലീസുകാരനായിട്ട് വന്ന പ്രകാശ് വർമ്മ. ഞാൻ ഇപ്പോഴാണ് ഗൂഗിൾ ചെയ്തിട്ട് കണ്ടുപിടിച്ച കാര്യം കേട്ടോ. അയാൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഈ പറയുന്നത് തുടരും എന്ന് പറയുന്നത്. അതിനകത്തെ ജോർജ് സാറ് ഒരു രക്ഷയില്ല. പൊളി എന്ന് വെച്ചാൽ അടാറ് പൊളി സാധനം. എന്ന് വെച്ചാൽ മോഹൻലാൽ എന്ന് പറയുന്ന നടന് ഒപ്പം നിൽക്കുന്ന സാധനം, ഒരു സൈക്കോ. പറയുകയാണ്, അതാണ് ഒരു സൈക്കോ പോലീസുകാരൻ. പിന്നെ ഇദ്ദേഹം ചെറിയ പുള്ളിയൊന്നും അല്ല കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന സൂസു പരസ്യം ഓർക്കുന്നുണ്ടോ? വോഡാഫോണിന്റെ ഒരു സൂസു പരസ്യം, മറ്റേ മുട്ടകളുടെ കുറച്ച് കഥാപാത്രങ്ങളെല്ലാം കൂടി ചെയ്യുന്നത് പുള്ളിയുടെ കഴിവിൽ നിന്ന് ഉണ്ടായ ഒരു സാധനമാണ്. പുള്ളി അങ്ങനെ ഒരുപാട് നല്ല നല്ല അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ അഭിനയത്തിലേക്ക് ആദ്യമായിട്ട് ഉള്ള കാൽവയ്പാണ്. പക്ഷെ ഈ സിനിമയുടെ അവസാന ഭാഗത്ത് ഒരു മിന്നായം പോലെ ഒരാളെ കണ്ടിരുന്നു. നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്നിരിക്കില്ല, ഫേസ്ബുക്കിൽ മണിയന്റെ തമാശകൾ എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ഒരുപാട് പുള്ളിയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന മുണ്ടക്കയം ആ ഒരു ഏരിയയിലാണ് പുള്ളിയുടെ വീട്. അപ്പൊ ഞാൻ ആ പുള്ളിയുടെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്, ഒരിക്കലെങ്കിലും ഇദ്ദേഹത്തിന് ഒരു സിനിമയ്ക്ക് ഒരു അവസരം എന്തുകൊണ്ടാണ് ലഭിക്കാത്തതെന്ന്. ഇതിൽ ഡയലോഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്ക്ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന്റെ മുഖം ചെറിയ ഒരു മിന്നായം പോലെ കടന്നു പോകുന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞാണ്, ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് നല്ല അവസരങ്ങൾ കിട്ടണം. അത്രയും കഴിവുള്ള ഒരാളാണ് ആ പറയുന്ന ആ ചേട്ടൻ. അപ്പൊ ഈ താഴെ കാണുന്ന ഇതാണ് ആ ചേട്ടൻ. നിങ്ങൾ ആരെങ്കിലും ഫേസ്ബുക്കിൽ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ആ പേജ് ഒന്ന് കയറി കണ്ടുനോക്കുക. എല്ലാ ഓൺ വോയിസ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. നല്ല കിടിലൻ സാധനമാണ്. അപ്പൊ ഈ രണ്ട് കാര്യം ഞാൻ പറയണമെന്ന് ഓർത്തതാണ്. പക്ഷെ അപ്പോഴത്തെ ആ ഒരു സമയത്ത് എനിക്ക് എല്ലാം കൂടെ പറയാൻ പറ്റിയില്ല. എന്തായാലും ഇനി ഞാൻ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഇത് കണ്ടു. മകളെ പടം കണ്ടിറങ്ങി. പറയാന്ന് വെച്ചാൽ കംബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ കുറെ വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു ഫീൽ ഗുഡ് മൂവി എന്ന് വെച്ചാൽ മസ്റ്റായിട്ട് കാണാം എന്ന് പറയാവുന്ന രീതിയിൽ എല്ലാ സാധനങ്ങളും ഉള്ള വെച്ചാൽ കോമഡിക്ക് കോമഡി, മുണ്ടി മടക്കി മാസ് മുണ്ട് മടക്കി മാസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതുണ്ട്. എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു സ്റ്റോറി ഉണ്ട്. എന്താ പറയുക, ഇതാണ് നമ്മൾ ലാലേട്ടനിലെ മിസ്സാക്കിയ ഒരു സാധനം. നമ്മൾ സിനിമ കണ്ടു തുടങ്ങുന്ന ആദ്യത്തെ കുറച്ച് സമയത്ത് തന്നെ നമ്മൾ പഴയ ആ ഒരു ലാലേട്ടനെ, മിസ്സായി കിടന്ന ആ ഒരു ലാലേട്ടനെ നമുക്ക് ഫീൽ ചെയ്യും. ആദ്യത്തെ ഒരു 10 മിനിറ്റിനകത്ത് തന്നെ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ സസ്പെൻസ് കാര്യങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് കാണാൻ പറ്റിയൊരു പടമാണ്. മക്കളെ പറയാം, സൂപ്പർ പടം. എന്നുവെച്ചാൽ ഇതിനകത്ത് ഒരു 2 പട്ടികളെ കാണിക്കുന്നുണ്ട്. ആ പട്ടികൾ വരെ ഈ സിനിമ കാണുന്ന നമ്മുടെ മനസ്സിൽ കയറുമോ എന്നുള്ളതാണ്. അവർക്ക് വരെ അതിനകത്തൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് ആ കഥയ്ക്കകത്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡയറക്ടർ തരുൺ മൂർത്തിയുടെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പടങ്ങൾ, ഇപ്പോൾ ഓപ്പറേഷൻ ജാവയായാലും സൗദി വെള്ളക്കയായാലും ആ കാണിച്ച ഒരു എന്താ പറയുന്ന ഒരു വ്യത്യസ്തത തീർച്ചയായിട്ടും ഈ ഒരു സിനിമയിലുണ്ട്. നമുക്ക് ഇതുപോലത്തെ നമ്മൾ ഈ അടുത്ത കാലങ്ങളിലെല്ലാം കാണിക്കുന്ന പോലെ കോടികൾ മുടക്കി കൊണ്ടുവന്നിട്ട് കുറേ മാസ് കാണിക്കുന്ന ഒരുപാട് എന്താ പറയുന്നത് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊമോഷനൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലുമൊക്കെ ഇതുപോലെയുള്ള നല്ല സിനിമകൾ, ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്ന എല്ലാം നമ്മുടെ ഈ അടുത്ത സ്ഥലങ്ങളിലുള്ള മുണ്ടക്കയം, എരുമേലി അല്ലെങ്കിൽ പത്തനംതിട്ട ആ ഒരു റാന്നി ഒരു ഏരിയയിലൊക്കെയാണ് ഈ ഇതൊരു സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്ഥലങ്ങൾ ബേസ് ചെയ്തിട്ട് മുണ്ടക്കയത്തെ നമ്മുടെ ഒരു ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട് അതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടൊരു കഥയാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല സിനിമകളാണ് നമുക്ക് മലയാളത്തിലേക്ക് ആവശ്യം. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. നല്ലൊരു പടമാണ്. ഇതിൽ കൂടുതലായിട്ട് ഒരുപാടൊന്നും പറയാനില്ല. അടിപൊളി പടമാണ്. ഈ അടുത്ത കാലങ്ങളിൽ കണ്ടതിൽ വെച്ചിട്ട് മലയാള സിനിമയിൽ നമ്മൾ ഒരുപാട് നാളായിട്ട് മിസ്സായി കിടന്നിരുന്ന ഈ എന്താ പറയുന്നത് പഴയ മോഹൻലാൽ സിനിമകളെ മിസ്സായി നിൽക്കുന്നത് തീർച്ചയായിട്ടും കാണണം. ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും ഇതിനൊന്നും ഞാൻ പറയുന്നില്ല. സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ നല്ല ഒരു ലാലേട്ടൻ്റെ മൂവി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക്
മസ്റ്റായിട്ടും കാണേണ്ട പടം. മ്യൂസിക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള അങ്ങനെയൊന്നുമല്ല, പക്ഷേ എന്താണ് ഉള്ളതെല്ലാം നമുക്ക് മനസ്സിൽ കൊള്ളുന്ന അല്ലെങ്കിൽ അത്രയധികം ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ അത്രയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രയൊക്കെ പറയുന്നത്. എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും കാണുക. ഞാനൊരിപ്പോൾ ഒരു ഔട്ട് ഓഫ് 10 പറയുകയാണെങ്കിൽ ഒരു 9.5 തന്നെ കൊടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമില്ല. അതുകൊണ്ട് തന്നെ ഒരു 0.5 കുറച്ച് ഒരു 9.5 തന്നെ കൊടുക്കാൻ പറ്റിയ കിടിലം പടം, കിഡിലോസ്കി പടം. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഇന്റർവെൽ വരെ നമ്മൾ ആവശ്യത്തിന് ചിരിച്ച് കളിച്ചൊക്കെ നല്ല എൻജോയ് ചെയ്ത് കാണും. പക്ഷേ ഇന്റർവെൽ കഴിഞ്ഞതിന് ശേഷം തിയേറ്ററിനകത്ത് എന്ന് പറയുന്നത് ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. അപ്പോൾ അത്രയും ഇന്റർവെല് കഴിഞ്ഞിട്ടുള്ള സീനുകൾ നമ്മൾ ഇങ്ങനെ ഓരോ നിമിഷവും ഒരു നിമിഷം കണ്ണടയ്ക്കുക പോലും ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ പടം എടുത്തിട്ട് വെച്ചിരിക്കുന്നത്. അതൊന്ന് പറയാൻ വിട്ടുപോയി, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.